അപ്പോൾ ഇന്ന് ഞാനുള്ളത് മറ്റേ പാലാരിവട്ടത്തെ പാലത്തിൻ്റെ അടിയിലായിരുന്നു കേട്ടോ. ഇന്നലെ അവിടെ ആയിരുന്നു കിടന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് അത് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. ഇവിടെ കുളിക്കാനും നനയ്ക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടാണ് നടക്കുന്നത്. ഡ്രസ്സുണ്ട്, ബ്രഷുണ്ട്, പേസ്റ്റുണ്ട്, സോപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ പല്ല് തേച്ചിട്ട് ട്രിപ്പ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ പാലാരിവട്ടത്തു നിന്ന് ഇനി എയർപോർട്ടിൽ ചെല്ലണം കുളിക്കണമല്ലൊക്കെ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കാക്കനാടിനായിരുന്നു. ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എടച്ചിറയ്ക്കായിരുന്നു ട്രിപ്പ് കേട്ടോ. അങ്ങനെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. കാക്കനാട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവരെ കൊണ്ടുവിട്ടിട്ട് നേരം വെളുത്ത് വരുന്നേ ഉള്ളായിരുന്നു കേട്ടോ. സൂര്യനെ ഉദിച്ച് വരുന്നേ ഉള്ളായിരുന്നു. ഇത് കാക്കനാടാണ് കേട്ടോ. അപ്പം കാക്കനാട് ഇനിയും ഒരു ചായ കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, കാരണം കുളിച്ച് ഒന്നൊരു ഫ്രഷ് ആകാതെ കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഏതൊരു ചായക്കടയിലോട്ട് പോവാണ്. അപ്പോൾ എടച്ചിറ ജംഗ്ഷനിൽ ഒരു ചായക്കടയുണ്ട് കേട്ടോ. അപ്പം ഞാൻ വന്ന് ചായ കുടിച്ചു. നല്ല ചായ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വണ്ടിയെ വന്നിരുന്നേ. അപ്പോൾ കുറേ നേരമായിട്ട് വണ്ടി ഇരുന്നിട്ടും ട്രിപ്പ് അടിക്കുന്നില്ല. പിന്നെ വീണ്ടും ഒരു ചായ കുടിക്കാൻ പോയി. ഞാൻ ലേഡീസ് ഹോസ്റ്റലിൻ്റെ അടുത്താണ് വന്ന് കിടന്നത് കേട്ടോ. പക്ഷേ തെറ്റിദ്ധരിക്കില്ല ആരും, ലേഡീസ് ഹോസ്റ്റലിൻ്റെ അവിടെ പോയി കിടന്നുകൊണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ട്രിപ്പ് അടിച്ചു. ഇവിടെ അടുത്തോട്ട് തന്നെയായിരുന്നു ട്രിപ്പ് അടിച്ചു കേട്ടോ. അങ്ങനെ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ എവിടെയെങ്കിലും പോയി കിടക്കണം. അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ട്രിപ്പ് അടിച്ചു. എയർപോർട്ടിലേക്കായിരുന്നേ. സെക്യൂരിറ്റിയുടെ കുറച്ച് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വണ്ടി നമ്പരും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം 22ാമത്തെ വില്ലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇതായിരുന്നു ആ വില്ല. അങ്ങനെ ആ കസ്റ്റമർ വന്നു കേട്ടോ. അപ്പോൾ ഇത് OTP അടിച്ചു കൊടുക്കണം. ഞാൻ റാപ്പിഡോയിലാണ് ട്രിപ്പ് എടുത്തേക്കുന്നത്. ഊബറിനേക്കാളും വെച്ച് റാപ്പിഡോ ആണ് ട്രിപ്പ് ഉണ്ടായി കേട്ടോ. അവർക്ക് 0 കമ്മീഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എയർപോർട്ടിലെത്തി. ഇനി നേരെ പാർക്കിങ്ങിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കസ്റ്റമർ നല്ല കസ്റ്റമറായിരുന്നു. എനിക്കൊരു 15 രൂപ എക്സ്ട്രാ ഒക്കെ തന്നു കേട്ടോ. അങ്ങനെ എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ കഴുകി വന്നു കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ കഴിയിട്ട് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 10:45 അങ്ങനെ ഇടിയപ്പം മുട്ടക്കറിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ മുടി വെട്ടണമായിരുന്നു. കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ മുടി വെട്ടാൻ നടക്കായിരുന്നു. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം ചൊവ്വാഴ്ചയായി പോകുന്നുണ്ട്. ഇന്ന് മുടി വെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഇനി ഒന്ന് കുളിക്കണം. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങളിവിടെ കിടക്കുന്നത് കേട്ടോ. ഈ പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, ഡ്രൈവേഴ്സിന് ഇരിക്കാനും കിടക്കാനും ഒക്കെ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ചേട്ടൻ ചോറും കൊണ്ട് വന്നിട്ടുണ്ട്. ആ ചേട്ടൻ ഡ്രൈവറാണ് കേട്ടോ. അപ്പം ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം വീട്ടിലൂടെ പരിപാടിയൊക്കെയാണ്. ഇതാണ് ഡ്രൈവർമാരുടെ അവസ്ഥ. ഞാൻ ആരോ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളമൊക്കെ അടച്ചു. അങ്ങനെ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലും ചൂടുമായിരുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ ആ ചോറ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. ഞാൻ ചോറ് കഴിക്കാനിരുന്നപ്പോഴത്തേന് ഒരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു. അതിഥി ആരാന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഊണും മറ്റേ കടലയും അച്ചാറും ഒരു തോരനും മീൻ വറുത്തും ഉണ്ടായിരുന്നു. പൂച്ചസാറായിരുന്നു കേട്ടോ. ഞാൻ അവന് ചോറ് കൊടുത്തിട്ടുണ്ട്. അവനാണോ അവളാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം മീനില്ലാതെ കഴിക്കത്തില്ലായിരുന്നു. അങ്ങനെ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ മീൻ മാത്രം കഴിച്ചിട്ടാണ് പോയത്. ചോറ് കഴിക്കാതെ അത് പോയി. അപ്പം നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. ഇവിടെ ഒരു പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഇരുന്നത് കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് തണലുള്ളത്. ബാക്കി എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങണം. ഇവിടെ പാർക്കിങ് പൈസ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് വെളിയിലിറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഡീസൽ കുറവായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടുത്തെ അവിടെ പമ്പിൽ പോയി ഡീസൽ അടിച്ചു. അപ്പം ഇതവിടെ നിന്നപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, എനിക്കറിയില്ല അതുകൊണ്ട്. അങ്ങനെ രാത്രിയിൽ ഒരു കോഴിക്കോടിനൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. യൂബറല്ല കേട്ടോ, ഒരു പേഴ്സണൽ ട്രിപ്പാണ്. അങ്ങനെ ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു സമയം 11 മണി ആയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണലിൽ നിന്നാണ് അവരെ വരാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് A6ൻ്റെ അവിടെ വന്ന് നിന്നോളാൻ. അങ്ങനെ അവരെ എടുത്ത് നേരെ പോവാണ്. നേരെ കോഴിക്കോടിനാണ് കേട്ടോ. കൊയിലാണ്ടിയിലാണ് അവർ ഡ്രോപ്പ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് അവർക്ക് വിശന്നു. ഇവർ രണ്ടുമാണ് കേട്ടോ, അമ്മയും മോനുമാണ്. അപ്പം ഇവിടെ നമ്മുടെ ചാലക്കുടി എത്താറായപ്പം ഒരു കടയിൽ നിർത്തി. വെറൈറ്റി ധാബയെന്നാണ് പേര് കേട്ടോ. അങ്ങനെ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ഇപ്പം റെയിൽവേ ഗേറ്റ് അടച്ചേക്ക് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം വെട്ടമൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനിയും എനിക്ക് നാളെ നല്ല ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. കണ്ണിക്കൂടെ നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ മാക്സിമം ഓടി എത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഓടിയെത്താൻ നോക്കുന്നുണ്ട്. ഇത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഈ ടോളിൻ്റെ അവിടെയാണ് കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ വണ്ടി എടുത്ത് നേരെ കൊച്ചിക്കാണ് പോകുന്നത്.
ഇനിയും കൊച്ചി ചെന്നിട്ട് ഓട്ടമൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. കാരണം നാളെ ഒരു നാട്ടിൽ നിന്ന് ഒരു 2 ദിവസത്തെ പരിപാടിയുണ്ട്. അപ്പം നേരെ ഞാൻ വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം കോഴിക്കോട്ടിലെ നല്ല ഫുഡല്ലേ, ഞാൻ പൊറോട്ടയും ബീഫ് ഫ്രൈയാണ് പറഞ്ഞത്. വണ്ടിയിലാണ് ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. കടകളൊക്കെ വളരെ കുറവായിരുന്നു, കാരണം ഇന്ന് ഹർത്താലായിരുന്നു, അതുകൊണ്ട് കുറവായിരുന്നു. അങ്ങനെ ഇതേതാ പുഴയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ മറന്നുപോയി നോട്ട് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം കൊച്ചിയൊക്കെ എത്താറായി കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രഷപ്പ് ആകാൻ വേണ്ടി നമ്മുടെ പറവൂരുള്ളൊരു പമ്പിൽ കയറി കേട്ടോ. അങ്ങനെ ഞാൻ ചുമ്മാ ഊബറൊക്കെ ഓണാക്കി നോക്കി, ഒരു രക്ഷയില്ല. ഇനി ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ട്രിപ്പ് അടിക്കാൻ നോക്കി നിൽക്കുന്നില്ല, ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഇന്ന് ഞാൻ ഉറങ്ങിയത് ആകെ 1.5 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ ഒരു ചേച്ചിയെ കണ്ട, ചേച്ചിയുടെ അവിടെ നിന്ന് പൊതിച്ചോറ് മേടിച്ചു. അപ്പോൾ സമയം ഇപ്പം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്, 1:30 2 മണിയായി. ഞാൻ വഴിയിൽ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. ചോറുണ്ടായിരുന്നു, മീൻ വറുത്തത് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ചോറും മീൻ വറുത്തതോടെ കൂട്ടി 80 രൂപയാണ് പറഞ്ഞത്. ഒഴിക്കാൻ വേണ്ടി സാമ്പാറുണ്ടായിരുന്നു, സാമ്പാറല്ല രസം ഉണ്ടായിരുന്നു, മീൻചാറുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടി എടുത്തു. ഇനി നേരെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് അപ്പൂന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ, അപ്പോൾ പിണങ്ങും. പക്ഷെ കടകളൊന്നും വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കും കേട്ടോ. ഉഴുന്നവടയും പഴംപൊരിയൊക്കെയാണ് മേടിച്ചത്. അങ്ങനെ ഏകദേശം എരുമേലിയൊക്കെ എത്താറായിട്ടുണ്ട്. ഇത് പൊൻകുന്നമാണ്, പൊൻകുന്നമായി. ഇനി ഇവിടുന്ന് ഏകദേശം 26 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അങ്ങനെ ഇത് കൊരട്ടിയാണ് കേട്ടോ, ഇത് കൊരട്ടി ബീവറേജാണ്. ഇത് നടവാൻ തോന്നുന്നു, ആളുകളൊന്നും കാണാറില്ല. ഇത് ഞങ്ങളുടെ പള്ളിയാണ്, എരുമേലി പള്ളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അവരവിടെ തടയുന്നുണ്ട്, ഷോർട്ട് കട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഷോർട്ട് കട്ടാണ് പോയത് കേട്ടോ. അതായത് നേരെ പോയി കഴിഞ്ഞാൽ ഇത് എരുമേലി അമ്പലമാണ്. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വന്നു കേട്ടോ. എല്ലാവരും കാത്തിരിക്കുമായിരുന്നു. ഞാനൊരു സർപ്രൈസായിരുന്നു കൊടുത്തത് കേട്ടോ. അങ്ങനെ കാപ്പിയെ കുടിച്ചു.